ഇഷ്യൂട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് കഥ ഒന്നാമത് എനിക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. മറ്റേ മീശയൊക്കെ മുള്ളായിട്ടിരിക്കണ ഒരു ആളെ ഇല്ലേ? എല്ലാവരും ആക്ച്വലി സിനിമ ട്രെയിലറും ടീസറും കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്റ്റോറി കുക്കപ്പ് ചെയ്യുമല്ലോ. നല്ലതായിരുന്നു, ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. നല്ല അഭിപ്രായം. പൈസ പോയെന്ന് വെച്ചാൽ അല്ല, ഒന്നും പറയാനില്ല. മീൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഓൺ ടൈം വാച്ചബിളാണ്, അത്രേ ഉള്ളൂ. അയ്യോ, അങ്ങനെ ഇഷ്യൂട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് കഥ ഒന്നാമത് എനിക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഒന്നുമില്ല. ഇവിടെ ലൂക്കാസ് സിനിമയുടെ ഡയറക്ടറിന്റെ രണ്ടാമത്തെ ചിത്രമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇല്ല, പുള്ളിയുടേതായിരിക്കാൻ സാധ്യതയില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓൺ ടൈം വാച്ചബിളാണ്, പറഞ്ഞല്ല. കുഴപ്പമില്ല, നല്ലൊരു മൂവിയാണ്. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്, കുഴപ്പമില്ല. ഇന്നത്തെ സൊസൈറ്റി കണ്ടിരിക്കേണ്ട ഫിലിമാണ്. ഇല്ല, നല്ല പടമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെടും, അത്ര തന്നെ. നല്ല രസമുണ്ട്. മറ്റേ മീശയൊക്കെ മുള്ളായിട്ടിരിക്കണ ഒരു ആളെ ഇല്ലേ? അതാണ്. കാറൊക്കെ ഇടിച്ച് ഒരാള് പ്രഗ്നന്റ് ആയി കരഞ്ഞില്ലേ? ആ സമയം നല്ല പടമായിരുന്നു. അതിൽ ഇന്ദ്രജിത്തിൻ്റെ അഭിനയിച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കോമഡിയല്ല, അത്ര ബോറിംഗ് അല്ല, നല്ല പടം. കൊള്ളാം ബ്രോ. ആക്ച്വലി പടം ഓക്കെയാണ്, പക്ഷേ ഒരു വിദ്യാസാഗറിൻ്റെ മ്യൂസിക് പല സമയത്ത് പടം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗ്രാഫ് പോലെയാണ്, പക്ഷേ നമുക്ക് ഓവറോൾ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ബ്രോ. മ്യൂസിക്കൊക്കെ അത്യാവശ്യം ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. സ്ക്രിപ്റ്റ് കൊള്ളാം. പക്ഷേ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ചില സമയത്ത് ഈ ചില ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ മെയിൻ കാസ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് കാസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരിത്തിരി ഒരു ചെറിയൊരു ലാഗാവും നമ്മൾ തോന്നി. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് വന്നൊന്ന് ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞ പെരുമാനിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് മനസ്സിലായി, ഞാനും കാണണം ആ പടം. അപ്പോൾ എനിക്കിത് ഈ രണ്ട് പടങ്ങൾ ആക്ച്വലി ഒരു തവണ നമുക്ക് കണ്ടിട്ട് ഒന്ന് വൈബ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു പടം. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. ഞാനെന്ത് പറയണം, അതെന്ന് വെച്ചാൽ ഏത് സിനിമ ഇപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും എല്ലാവരും ആക്ച്വലി സിനിമ ട്രെയിലറും ടീസറും കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്റ്റോറി കുക്കപ്പ് ചെയ്യുമല്ലോ. ഞാൻ എപ്പോഴും പടം കാണാൻ പോകുമ്പോഴും ഞാൻ എല്ലാ പടവും അങ്ങനെ കാണാൻ പോകാറുള്ള ഒരാളല്ല. ഞാനൊരു പടം കാണുമ്പം അതിപ്പോൾ ഇനിയിപ്പോൾ പൃഥ്വിരാജ് അല്ല, ഇനിയിപ്പം ലാലേട്ടൻ്റെ പടമാണെങ്കിൽ പോലും ആരുടെ പടമാണെങ്കിലും ഞാൻ എക്സ്പെക്ടേഷൻ ട്രെയിലർ ടീസർ ഓക്കെ അതൊരു പാർട്ടാണല്ലോ. ഞാൻ സീറോ എക്സ്പെക്ടേഷൻ വെച്ച് പോകാറുള്ളത് കൊണ്ട് എനിക്ക് മിക്ക പടങ്ങളും ഞാൻ പൈസ കൊടുത്ത് കാണുന്ന പടങ്ങളൊക്കെ ഇതുൾപ്പെടെ എനിക്ക് എൻജോയ് കിട്ടണത്. എനിക്ക് വേറെ പ്രശ്നമായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. ജസ്റ്റ് ഒരു വൺ ടൈം ലൈറ്റ് പടമാണ്, വലിയ സീരിയസ് കണ്ടൻറ് ഒന്നും കൊണ്ട് അങ്ങനെ മോശം അങ്ങനെയൊന്നുമല്ല. ലൈറ്റ് കണ്ടൻറ്റാണ്. ഒരു ഫാമിലി ലൈഫ്, പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കപ്പിൾസിൻ്റെ ലൈഫ് ഉണ്ടല്ലോ, അതിന് ഒരു രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പടത്തെക്കുറിച്ച് പറയാം.